ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നോ ഡ്രോപ്പ്. അപ്പോൾ ഞങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ബീച്ചിലിട്ട് പോവുകയാണ്. അപ്പം ഇതെൻ്റെ എൽഡർ സിസ്റ്റർ, അവളെ പോക്കിന്ന് വിളിച്ചതിന് അവൾ പോയതാണ്. ഇത് രണ്ടാമത്തെ പോക്കി. മഴ പൊടിയുന്നുണ്ടോ? മഴ പൊടിയുന്നുണ്ടോ? എൻ്റെ കണ്ണിൽ ചെറുതായിട്ട് പൊടിയണ പോലെ കെട്ടിപ്പറിക്ക് സാധനങ്ങളൊക്കെ കാണിച്ച് റെയിൻകോട്ട് തയ്ക്കാൻ കൊടുക്കാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടം ഇല്ലേ, നായകര അതിൽ ചെന്നിട്ട് ആ വീഡിയോ പറഞ്ഞ ഫാൻസുകാരിട്ട് ഇതാക്കി ഇങ്ങനെ വീഡിയോ എടുത്തേ നയകര നയകര വെള്ളച്ചാട്ടം കണ്ടക്കടവ് ബീച്ച് പോപ്പ്. ഗൈസ്, അപ്പം ഇതാണ് കണ്ടക്കടവ് ബീച്ചാണ്. കണ്ട ഈ ബീച്ച് അറ്റം വരെ പെട്രോൾ പാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങ് അറ്റം വരെ ഉണ്ട്. കണ്ണമാലി എത്തിയിട്ടില്ല. ഇവിടുന്ന് ആ അറ്റം ഏതാണ്? നോട്ട് അങ്കമാലി, അതെ. ഈ പ്രദേശം ഇത് കണ്ടക്കടവെന്ന് പറയും. സോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പുത്തൻതോട് ബീച്ച്, ഞാൻ കണ്ടക്കട ബീച്ച് എന്നാ പറഞ്ഞത്. തിരുത്തിയില്ലല്ലോ നീ. റീൽസ് എടുക്കണം, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അധികം സമയം കളയാതെ റീൽസ് എടുക്കാൻ തുടങ്ങി ഗൈസ്. അപ്പം കുറേയൊക്കെ തെറ്റിച്ചും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് കുറേ ടൈക്കൊക്കെ പോയതിന് ശേഷമാണ് ഒന്ന് റെഡിയാക്കി കിട്ടത്. അപ്പോൾ എനിക്കും റീൽസ് എടുക്കാണ്ടായിരുന്നു, എൻ്റെ സിസ്റ്റേഴ്സിനും റീൽസ് എടുക്കാണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിഷമിച്ചു. അവിടെ ആണെങ്കിൽ വേറെ കടയൊന്നും തുറന്നിട്ടില്ല. ഇപ്പോൾ ഒരു പെട്ടിക്കട ഞങ്ങൾ കണ്ടു. തണുത്തുണ്ടോ? തണുത്തുണ്ട്. മിക്സ്ചർ അച്ഛൻ്റെ കൊള്ളിക്കൂട്ട് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ വലിച്ചെടുത്തു. പിന്നെ ഞങ്ങളെല്ലാം വലിയൊരു നൂഡിൽസ് ഫാൻ ആയതുകൊണ്ട് ആദ്യം തന്നെ 2-3 പാക്കറ്റ് നൂഡിൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കഴിക്കാനുള്ള കുറച്ച് ചിപ്സ് പാക്കറ്റുകൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു. ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു. ബിങ്കോ പച്ച. നിങ്ങൾ ആ കേട്ടത് ബിങ്കോ വേണം എന്നുള്ള എൻ്റെ ക്യാമറാമാൻ്റെ ആശരീരിയാണ്. സോ ഈ ക്യാമറാമാൻ കുറച്ച് ഡിമാൻഡൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ 2-3 കുർത്തീസിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ്. അപ്പുറത്തും ഇപ്പുറത്തും തോടും വരമ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ ഞങ്ങളുടെ സ്ഥലം കാണാനായിട്ട്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ കുമ്പളങ്ങി തന്നെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മോമോസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്താ വേണ്ട അമ്മൂന്? മോമോസ് കുടിക്കാൻ. പൊട്ടിക്കറിയാണ്. ചോക്ലേറ്റ് ഷേക്ക് പറയാൻ വേണ്ടി പോകുന്ന അമ്മു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ മോമോസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഫ്രണ്ട്സ്. ഞങ്ങൾ ഫ്രൈഡ് മോമോസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടും ഉണ്ടായിരുന്നു. ആക്രാന്തം കൊണ്ട് വേഗം വായിൽ വെച്ചു, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൻ്റെ ഒരു എന്താ പറയുക, ജസ്റ്റ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ പെട്ടിക്കട പോലെ കുഞ്ഞു കടകൾ കുറേ ഉണ്ട് ഇതുപോലെയൊക്കെ. അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇവിടെ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും നല്ല തിരക്കൊക്കെ ആയിരിക്കും. കാരണം ഈ സ്ഥലവും കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.